കാരണം നമ്മള് ജിദ്ദു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷനിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു സെമിനാർ വിഷയം ഇങ്ങനെയായിരിക്കും: ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് ഓഫ് ഇല്യൂഷൻ ഇന്റലിജന്റ്ലി. ഞാനത് മാറ്റി ചോദിക്കാൻ, ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് ഓഫ് സെൽഫിഷ്നെസ് ഇന്റലിജന്റ്ലി ആൻഡ് റിയലി. ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ ടു ലിവ് ഇൻ ദിസ് വേൾഡ് ഓഫ് സെൽഫിഷ്നെസ് ആൻഡ് ഗ്രീഡ് ഇന്റലിജന്റ്ലി ആൻഡ് റിയലി. അത് വേണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദി വേൾഡ് ഓഫ് ഇല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മായ സങ്കല്പത്തിലേക്ക് അങ്ങനെ ആളുകൾ വിചാരിക്കും ഗ്രീഡ് ഈസ് നോട്ട് റിയൽ, സെൽഫിഷ്നെസ് ഈസ് നെക്സ്റ്റ്. അതല്ല, ഹൗ ടു എൻകൗണ്ടർ ദാറ്റ് റിയാലിറ്റി ഇറ്റ്സെൽഫ്. ആ റിയാലിറ്റിയെ അഭിമുഖീകരിക്കാൻ തന്നെ ഒരു എന്താണ് ചെയ്യുന്നത്? ഈ സാർ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, സെൽഫിഷ്നെസ് ഒരു ഇല്യൂഷനല്ല, ഗ്രീഡ് ഒരു ഇല്യൂഷനല്ല. അപ്പോൾ ആ അസംഷനെ ബേസ് ചെയ്ത് വേണം സംസാരിക്കാൻ എന്നുള്ളതാണ് സൂചന. തീർച്ചയായിട്ടും സെൽഫിഷ്നെസ് ഒരു ഇല്യൂഷനല്ല, ഗ്രീഡ് ഒരു ഇല്യൂഷനല്ല, ഹാർഡ് റിയാലിറ്റീസാണ്. ആ സ്വാർത്ഥതയും അത്യാഗ്രഹവും നിറഞ്ഞ ലോകത്ത് ബുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ കാര്യം തന്നെയാണ്. കാരണം മനുഷ്യന് അടിസ്ഥാനപരമായി ഹൃദയത്തിൻ്റെ വികാസമുണ്ട്. ഈ ഹൃദയത്തിൻ്റെ വികാസത്തെ മറികടന്നുകൊണ്ട് അവൻ്റെ ബുദ്ധി വികസിപ്പിച്ച് ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്താനാണ് വിദ്യാഭ്യാസം ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം എഡ്യൂക്കേഷൻ ഈസ് ഫോർ ലിവിങ് നൗ ആൻഡ് നോട്ട് ഫോർ ലൈഫ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ലിവിങ് എന്ന് പറയുന്നത് ഒരു ചാതുര്യത്തിൻ്റെ ഭാഗമാണ്, ക്രാഫ്റ്റാണ്. ലൈഫിനെ സംബന്ധിച്ചോളം ഒരു ആർട്ടാണുള്ളത്. ഞാനെപ്പോഴും അത് പറയാറുണ്ട്, ലൈഫ് ആർട്ട് ഓഫ് ലൈഫ് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് ലിവിങ് എന്നാണ്. അപ്പോൾ ആ ക്രാഫ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നതിനകത്താണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വാർത്ഥനായി ജീവിക്കാൻ പറ്റുന്നത്, പരിമിതമായിരിക്കുന്ന വിഭവസമാഹരണങ്ങളുടെ ഇടയിൽ, മത്സരങ്ങളുടെ ഇടയിൽ, മുൻഗണനകളുടെ ഇടയിൽ, അപകർഷതകളുടെ ഇടയിലൊക്കെ അവനെങ്ങനെയാണ് ഒരു മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് അവനാവശ്യമുള്ള വിഭവങ്ങൾ നേടിയെടുക്കുക. ഇതാണ് നാം അറിഞ്ഞോ അറിയാതെയോ അക്കാദമിക് തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന് വേണ്ടിയുള്ള, ജീവിക്കാൻ എന്നുള്ള ലിവിങ് മാറ്റി വെച്ചിട്ട് ജീവിതത്തിന് വേണ്ടിയുള്ള ഘടകങ്ങളെ നമ്മൾ കുറച്ചായിട്ട് ദൂരെ എറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുന്നതുകൊണ്ട് സാറ് ചോദിച്ചതുപോലെ സ്വാർത്ഥമായിരിക്കുന്ന, തികച്ചും സ്വാർത്ഥതയോടുകൂടി ഉള്ള ഒരു ലോകത്ത് ഒരു ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം നമുക്കറിഞ്ഞാത്തതുകൊണ്ടാണ്. നമുക്കറിഞ്ഞാത്തൊരു ഗെയിമിനകത്ത് നമ്മളെ കളിക്കാൻ വിളിക്കുകയാണെങ്കിൽ നാം ആ കളിക്കകത്ത് ശ്വാസം മുട്ടും, അറിയാതെ ബുദ്ധിമുട്ടും. കാരണം നമുക്ക് കളിക്കാൻ അറിയില്ല. കളി അറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ രസം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ കളിയിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്നുള്ള അപകർഷത കൊണ്ടോ ആ തന്ത്രങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടുള്ള അപകർഷത കൊണ്ടോ ഒക്കെ നമുക്ക് ആ കളിയുമായി വിമുഖത വരികയും കളിയിൽ നിന്ന് പലായനം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പലായനം എന്ന് പറയുന്നത് ഒരു മരണമോ ആത്മഹത്യയോ ഒന്നും ആയിരിക്കണമെന്നില്ല. അതൊരു എക്സ്ട്രീം സ്റ്റെപ്പാണ്. പല രീതിയിൽ എസ്കേപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിക്കും. അവനവൻ്റേതായ ലോകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, അവനവൻ്റേതായ ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന
മൈക്രോ സമൂഹങ്ങൾ. അത് വിശ്വാസികളുടെ സമൂഹമാകാം, പ്രത്യയശാസ്ത്ര വിശ്വാസികളുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സമൂഹമാവാം. അത്തരത്തിലുള്ള ചെറിയ ക്ലസ്റ്ററുകളിൽ പെട്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒരു സമൂഹത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ, ഒരു പ്രത്യേക മൈക്രോ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിനകത്തുള്ളൊരു ചെറു സമൂഹത്തിൽ, അതൊരു വിശ്വാസികളുടേതായ സമൂഹമായിരുന്നാലും ശരി, പ്രത്യയശാസ്ത്രങ്ങൾ കൈക്കൊള്ളുന്ന സമൂഹമായിരുന്നാലും ശരി, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിൽ രണ്ടിലും ചെന്ന് പെടുന്നവർ എപ്പോഴും സമൂഹത്തിൽ നിന്ന് പരോക്ഷമായി രക്ഷപ്പെടുന്നവരാണ്. സമൂഹത്തിൽ, പൊതുവെയുള്ള സമൂഹത്തിൽ നമുക്ക് ജീവിക്കുന്നതിന് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ മറക്കാനോ മറയ്ക്കാനോ ആയിട്ടാണ് നമ്മൾ ഇത്തരം ചെറിയ സമൂഹങ്ങളിൽ ചെന്ന് ചേക്കേറുന്നത്. അവിടെ നമ്മളൊരു സേഫ് സോൺ ഉണ്ടാക്കിയെടുക്കും. ഈ സേഫ് സോണിനകത്ത് നമ്മൾ സുരക്ഷിതരാണ്. കാരണം അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അതിന് താഴാവുന്നത് ഒരു പരിധിയുണ്ട്, മുകളിൽ പോകാവുന്ന ഒരു പരിധിയുണ്ട്. ഈ പരിധി നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പരിധി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് പ്രവേശിച്ച് സേഫായിട്ടിരിക്കുന്നു. എന്നാൽ എപ്പോഴാണോ ആ പരിധി, ആ സമൂഹം, ആ മൈക്രോ സമൂഹം ലംഘിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, നമ്മൾ പറയും ആ സമൂഹം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, നമ്മൾ അതിനേക്കാൾ വളർന്നു എന്ന് പറയും. വാസ്തവത്തിൽ നമ്മൾ വളർന്നതല്ല. നമ്മൾ ആ സമൂഹത്തിനെ ഉൾക്കൊള്ളാൻ നാം പരാജയപ്പെടുന്നത് കൊണ്ടാണ് പതുക്കെ നമ്മൾ ആ സമൂഹത്തിൽ നിന്ന് സ്കൗട്ടാവുന്നത്, അതിൽ നിന്ന് പതുക്കെ പുറത്ത് ചാടുന്നത്. അങ്ങനെ സമൂഹത്തിൽ നിന്ന് സ്കൂട്ടായി പുറത്ത് ചാടിക്കഴിഞ്ഞാൽ അടുത്ത സമൂഹം അന്വേഷിച്ച് നടക്കും. സത്യാന്വേഷിയുടെ ഒരു മുഖംമൂടിയായിരിക്കും ആ സമയത്ത് നമുക്കുള്ളത്. സത്യാന്വേഷി എന്നുള്ള ഭാവത്തിലായിരിക്കും നടക്കുന്നത്. സത്യം അന്വേഷിച്ചു, അവിടെ കിട്ടിയില്ല, അടുത്ത അന്വേഷണം തുടരുന്നു. ഈ സത്യം അവനവൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന നഗ്ന യാഥാർത്ഥ്യങ്ങളോട് മുഖം കൊടുക്കുന്നവന് ഒരിക്കലും സത്യത്തെ അന്വേഷിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത്. അതിന് തന്നെ നേരം തികയില്ല മനുഷ്യനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ സത്യാന്വേഷണം നടത്താൻ. ഇത് സത്യാന്വേഷികളോടുള്ള ഒരു വിയോജനക്കുറിപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സത്യാന്വേഷികളൊക്കെ മഹാന്മാർ തന്നെ. അവർ യഥാർത്ഥത്തിൽ സത്യാന്വേഷണത്തിനാണ് ആ പാതയിൽ വന്നു ചേർന്നെങ്കിൽ, വേറെ ഏതെങ്കിലും ഇടവഴികളിൽ മോഷണമോ പിടിച്ചുപറിയോ നടത്തിയിട്ട് ജനപദത്താൽ, ആളുകളാൽ ആക്രമിക്കപ്പെട്ട് അല്ലെങ്കിൽ ഓട്ടിച്ചു കളയപ്പെട്ട് വന്ന് ഈ പാതയിൽ വന്ന് ചാടിയവരാകരുത്. അങ്ങനെയും വന്ന് സത്യാന്വേഷികളുടെ പാതയിൽ വന്ന് ചാടും. ആ പാത സുരക്ഷിതമാണ്. അതുകൊണ്ട് അതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ സത്യാന്വേഷികളാണ് എന്നൊരു ധാരണ പൊതുവെ ഉണ്ടാകുന്നതുകൊണ്ട് അവർ സുരക്ഷിതരായി നടന്നു പോകും. നമ്മൾ ഹിമാലയത്തിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം, ഒട്ടനവധി കള്ളന്മാരും പല കൊലപാതക കേസിലൊക്കെ പെട്ടവരുമൊക്കെ ഒളിച്ചു പോന്ന് താമസിക്കാറുണ്ട്. അവിടെ ആരും അന്വേഷിച്ച് വരില്ല എന്നുള്ളതാണ്. ഒന്നാമത് അന്വേഷിച്ച് വന്നാൽ തന്നെയും അതിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ അത് സത്യാന്വേഷണൻ്റെ പാതയിൽ വന്ന് ചാടുന്ന വഴിതെറ്റി വന്നവരാണ്. പക്ഷെ അവരവിടെ സുരക്ഷിതരാണെന്ന് അറിയാവുന്നുണ്ട്. അവർക്ക് തിരിച്ച് ആ ഇടവഴികളിലേക്ക് പോകാൻ ഭയമാണ്. ജീവിതം ഇടവഴികൾ നിറഞ്ഞതാണ്. ഒരു രാജവീതിയല്ല, വളരെ ഇടുങ്ങിയ ഇടവഴികൾ നിറഞ്ഞതാണ്. ആ ഇടവഴികളിലൊക്കെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ആ അപകടങ്ങൾ പതിയിരിക്കുന്ന ഇടവഴികളിൽ നിന്ന് നമ്മൾ ഓടി വന്ന് രക്ഷപ്പെട്ട് കയറുന്നത് ഇതുപോലുള്ള വലിയ വീതി കൂടിയ രാജവീതികളാണ്. അപ്പോൾ അത്തരത്തിൽ സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ വന്ന് ചേട്ടുന്നവരുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയും അതാത് കാലഘട്ടങ്ങളിലെ മാനസിക സുഖം മാത്രം ലക്ഷ്യമാക്കി വരുന്നവരാണ്. അവർ എന്തെങ്കിലും തരത്തിൽ സെൽഫിഷ്നെസ്സിനെ നേരിടാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗ്രീഡിനെ, സാറ് പറഞ്ഞ പോലെ അത്യാഗ്രഹത്തെയോ സ്വാർത്ഥതയോ നേരിടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിനകത്തെ അത്യാഗ്രഹം നമ്മൾ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതിനകത്തെ സ്വാർത്ഥത വളരെ പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. നാം പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കും, ഇതാ ഒരാൾക്ക് സ്വാർത്ഥതയുണ്ട്, അല്ലെങ്കിൽ ഇതാ അവന്
അത്യാഗ്രഹമുണ്ട്. ഇന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് കാണാനുള്ള കണ്ണാടിയും വെച്ചുകൊണ്ടാണ് ഏത് സമൂഹത്തിലും പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവേശനം നടത്തുന്നതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ അവിടേക്ക് കൊണ്ടുപോകുന്നു. ഏത് ലോകത്തെയാണോ ഉപേക്ഷിക്കാൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ലോകത്തിൻ്റെ ഒരു മിനിയേച്ചർ നമ്മൾ ഈ ചെറു സമൂഹത്തിനകത്ത് സൃഷ്ടിച്ചിട്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു തുടങ്ങും. നമ്മുടെ നിരന്തരമായിരിക്കുന്ന ധ്യാനം, നിതാന്തമായിരിക്കുന്ന ജാഗ്രത, ഇതൊക്കെ നമുക്ക് ഇവ രണ്ടും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്വാർത്ഥതയുള്ളവരോ അത്യാഗ്രഹമുള്ളവരോ ഈ കൂട്ടത്തിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശാന്തിയൊന്നും അവിടെ ലഭിക്കുന്നില്ല. ശാന്തി ലഭിക്കുന്നതിന് പിന്നെ അവിടുന്ന് പോകേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് വളരുകയുള്ളൂ. അവൻ അതിന് തന്നെ വളമാകുന്നു, ആ സമൂഹത്തിന് തന്നെ വളമാകുകയുള്ളൂ, അല്ല അതിന് വിട്ടുപോകേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇത്തരം ചെറു സമൂഹങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. അത് പ്രത്യയശാസ്ത്രങ്ങളാവാം, രാഷ്ട്രീയ പാർട്ടികളാവാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവാം, മത പ്രസ്ഥാനങ്ങളാവാം, എന്ത് വേണമാവാം. അതൊക്കെ കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന ഉദാത്തമായിരിക്കുന്ന ആദർശങ്ങൾ കൈക്കൊള്ളാനോ വിജയിക്കാനോ സാധിക്കാതെ പോകുന്നത്. മതസംഹിതകൾ അവ നിരന്തരമായി ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇത്തരത്തിൽ വന്നു കയറിയ കുടിയേറ്റക്കാരെക്കാൾ കൊണ്ട് ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ, അത് മതമായിരുന്നാലും ശരി രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും ശരി, ഇവ നിറഞ്ഞു കവിയുമ്പോൾ വളരെ നൈസർഗികമായിട്ട് അതിനകത്ത് അതിൻ്റെ സംസ്കാരവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അതിൻ്റെ ബീജവുമായിട്ട് ഉത്തരവാദിത്തമുള്ള, ആ സംഹിതയുമായിട്ട് ഉത്തരവാദിത്തമുള്ള, ആശയവുമായിട്ട് ഉത്തരവാദിത്തമുള്ള മനുഷ്യർക്ക് നിൽക്കാൻ കഴിയാതെ പോകും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ ആദർശങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ആ ആദർശങ്ങളാണ് അവരെ ഈ പ്രസ്ഥാനങ്ങളിൽ, ഈ ചെറു സമൂഹങ്ങളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വന്നു കയറിയ കുടിയേറ്റക്കാർ അവരുടെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുന്ന നിലനിൽപ്പുകാർ അവർ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് സ്വാർത്ഥത, അത്യാഗ്രഹം, ഇത് രണ്ടും കൈമുതലാക്കിക്കൊണ്ട് സമൂഹത്തിനകത്തൊഴിക്കുന്നവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ ആദർശ ധീരന്മാരായി അതിനകത്തുണ്ടായിരുന്ന അഗ്രഗാമികൾ, ആ അഗ്രഗാമികൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടുകയും അവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോവുകയും ഈ വന്നു കയറിയ വരുത്തന്മാർ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരായിട്ട് മാറുകയോ മത നേതാക്കന്മാരായിട്ട് മാറുകയോ പുരോഹിതന്മാരായി മാറുകയോ ആചാര്യന്മാരായിട്ടോ ഗുരുക്കന്മാരായിട്ടോ മാറുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥതയും സാറ് സൂചിപ്പിച്ചതുപോലുള്ള അത്യാഗ്രഹവും തന്നെയാണ്. അടിസ്ഥാനപരമായി ഇത് മാറിയല്ലാതെ ഇവയ്ക്ക് രണ്ടിനും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇല്യൂഷൻ ഇല്ലാതിരിക്കുന്ന ഒരു ലോകത്തെ, ഇല്യൂഷൻ നിറഞ്ഞൊരു ലോകത്തെ എങ്ങനെ ഇൻ്റലിജൻ്റായിട്ട് കൈകാര്യം ചെയ്യാം എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ ഒരു രക്ഷാവാചകം, ഒരു സ്ലോഗൻ, ഒരു വാണിജ്യ സൂചകമായിട്ട് തന്നെ അതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു വാഗ്ദാനം അവിടെയുണ്ട്. ഒരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ ആ വാഗ്ദാനം നിറവേറ്റുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. ആ വാഗ്ദാനം കേട്ടുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിൽ ചേരുകയും ആ പ്രസ്ഥാനത്തിൽ ചേർന്ന് കുറേ നാൾ നടന്നു കഴിഞ്ഞിട്ട് ആ വാഗ്ദാനം ഒന്നും നടപ്പാവുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് പുറത്തു പോവുകയും ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടത്തും. അപ്പോൾ ആ വാഗ്ദാനം കൊടുക്കുന്നത് തന്നെ വാണിജ്യപരമായിരിക്കുന്ന, പരോക്ഷമായിരിക്കുന്ന ഒരു വാണിജ്യ തന്ത്രമായിട്ട് കാണാനൊക്കുള്ളൂ. വാണിജ്യ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും അധാർമികതയുണ്ട് എന്ന് ഞാൻ പറയുന്നതേ ഇല്ല. മറിച്ച് ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയിൽ ധാർമ്മികത ഉണ്ടും താനും. ആ ധാർമ്മികത ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. പ്രസ്ഥാനമെന്നുള്ള നിലയിൽ പ്രസ്ഥാനം വളരുന്നതിന് പല ധാർമ്മികമായിരിക്കുന്ന ചുവടുവയ്പ്പുകളും ആവശ്യമായിട്ട് വരും, പല നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടതായി വരും. ഇവയൊക്കെ മറ്റു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതിന് സമാന്തരമായി പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ അധാർമികമാണ് എന്ന് വിളിക്കാനുള്ള വാസന ഉണ്ടാവുകയും ചെയ്യും.
അപ്പം അതുകൊണ്ട് അതങ്ങനെ അധാർമികമാണെന്ന് പറയാനൊക്കില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ, നിരീക്ഷകനായി നോക്കുമ്പോൾ, ആ വാണിജ്യ തന്ത്രങ്ങളിലൊക്കെ തന്നെയും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഈ വാണിജ്യ തന്ത്രങ്ങളാണ് കാലക്രമത്തിൽ ആ പ്രസ്ഥാനങ്ങളുടെ ഛിദ്രത്തിന് കാരണമായി തീരുന്നത്. കാരണം ഈ വാഗ്ദാനങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ബാങ്കിനെ നിക്ഷേപകർ ആക്രമിക്കുന്നത് പോലെ ഇത്തരം പ്രസ്ഥാനങ്ങളെ അനുവാചകർ ആക്രമിക്കും എന്ന് സംശയമില്ല. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചേക്കേറുന്ന ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് മുഴുവൻ അത്യാഗ്രഹവും സ്വാർത്ഥതയും സംബന്ധിക്കുന്ന ഭയമാണെങ്കിൽ പോലും ഈ ഭയം തോന്നുന്നത് അവരവരിൽ സ്വാർത്ഥതയും അത്യാഗ്രഹവും ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ സാരം. അവരവരിലുള്ള അത്യാഗ്രഹവും സ്വാർത്ഥതയും മറ്റുള്ളവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് അത് നമ്മൾ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ശുദ്ധരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ശുദ്ധരാണെന്നുള്ള ധാരണയിൽ ജീവിക്കുക. അവിടെ ഒരു ചോദ്യമുണ്ട്. അങ്ങനൊരു ധാരണയോടുകൂടി, അതിനെ തെറ്റിദ്ധാരണ എന്ന് വിളിക്കാം, ഭൗതികമായ സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണ എന്ന് വിളിക്കാം, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അബദ്ധങ്ങൾ പിണയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ അബദ്ധം പിണയും, അബദ്ധം പിണയും, നഷ്ടങ്ങളും വരും. പക്ഷേ ഈ അബദ്ധം പിണയിലും നഷ്ടം വരലും എന്നൊക്കെ പറയുന്നത് ഒരുവനുണ്ടാക്കുന്ന ആഘാതത്തെ ആശ്രയിച്ചാണ് അതിൻ്റെ തോത് കണക്കാക്കേണ്ടത്. അതായത് ആ ഷോക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഒരു വ്യക്തിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്ന വിഷയം. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സൗഹൃദത്തിൽ നിന്ന് ആഘാതം ഉണ്ടാകുമ്പോൾ അവനൊരു കുലുക്കവും വരുന്നില്ല. അവൻ വീണ്ടും പഴയതുപോലെ സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നു. അവൻ യാതൊരു വ്യത്യാസവുമില്ലാതെ അവൻ പഴയ പോലെ തന്നെ സൗഹൃദങ്ങൾ നിലനിർത്തുന്നു, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അവനെ ആ സംഭവങ്ങൾ, അത്തരത്തിലുള്ള ചതികൾ, അത്തരത്തിലുള്ള വഞ്ചനകൾ, എന്ത് വേണോ വിളിക്കാം, അവയൊന്നും അവനെ ആഘാതം ഏൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആഘാതം ഏൽപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള കുടില ചിന്തകൾ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ വളരെ അനായാസമായിട്ട് അത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത്. അത്തരത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് നമുക്ക് മാജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുകയാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ അനായാസമായിട്ട് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളവിടെ കുടുങ്ങും. നമ്മൾ വളരെയധികം ഒരു വലിയൊരു ആഘാതം നമുക്ക് നേരിട്ട് അതിൻ്റെ പേരിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടും. ഒരിക്കൽ ഒരുപക്ഷെ നമ്മൾ ചിരിക്കാൻ മറന്നുപോയെന്നിരിക്കും. ഒരുപക്ഷെ നമ്മുടെ പ്രതികരണത്തിൽ നമ്മൾ കൺസർവേഷൻ ഏർപ്പെടുത്തും. കുറേ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങും, ഇടപെടലുകൾ സൂക്ഷിക്കാൻ തുടങ്ങും. ഇതൊക്കെ അനിവാര്യമാണ്. ജീവിതത്തിൻ്റെ യാത്രയിൽ പഠിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവയ്ക്ക്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ശുദ്ധനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പാഠങ്ങൾ അവനെ കളങ്കപ്പെടുത്തുന്നില്ല. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഹൃദയപൂർവമായിട്ട് തൊട്ടടുത്തവനോട് പെരുമാറാനുള്ള ഒരു സന്മനസ് അവൻ നിലനിർത്തുക തന്നെ ചെയ്യും. അതിൽ ഒരു കുറവും അവൻ വരുത്തില്ല എന്നർത്ഥം, എത്രയൊക്കെ പഠിച്ചാലും ശരി. അപ്പോൾ ഈ ഗ്രീഡും സെൽഫിഷ്നെസ്സും അത്യാഗ്രഹവും സ്വാർത്ഥതയും ഭയന്നുകൊണ്ട് സമൂഹം ചെറു സമൂഹങ്ങളിലേക്ക് രക്ഷപ്പെടുന്നത് പോലെ നമ്മൾ ഇതല്ലാതെ തന്നെ ചെറു വൽമീകങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് രക്ഷപ്പെടുന്നവരുണ്ട്. അവരുടേതായ കണ്ടുപിടുത്തത്തിൻ്റെ ലോകം, അവരവരുടേതായ ശാസ്ത്ര ചിന്തയുടെ ലോകം, അവരവരുടേതായ ആത്മീയ ചിന്തയുടെ ലോകം, അവരവരുടേതായ കായികമായിരിക്കുന്ന പ്രവൃത്തികളുടെ ലോകം, യാത്രകളുടെ ലോകം, ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഒതുങ്ങാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ഇന്നലത്തെ വെബിനാറിലും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ജീവിതം വികലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഡൈവേഴ്സിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മനുഷ്യൻ മുന്നേറേണ്ടി വരുന്നത്. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ചരിത്രത്തിൽ മനുഷ്യൻ സഞ്ചരിച്ച് തുടങ്ങുന്നത്
കൃഷി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കൃഷി ചെയ്ത മണ്ണിൽ ഊർവരത കുറയുമെന്ന വിശ്വാസത്തിൽ ഒറ്റ കൃഷിയോടുകൂടി ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് അവിടെ കൃഷി ചെയ്യാൻ തയ്യാറായില്ല. പുതിയ കന്നി മണ്ണിൽ തന്നെ കൃഷി ചെയ്യണം എന്നൊരു ആഗ്രഹം ആദ്യ കർഷകന്മാർക്കുണ്ടായിരുന്നു. അവർ മുന്നോട്ട് നീങ്ങി കൃഷി ചെയ്ത് പുതിയ സ്ഥലങ്ങളിൽ താമസം ഉറപ്പിച്ചു വന്നു. അങ്ങനെ ഗോത്രങ്ങളുടെ യാത്രകൾ ആരംഭിച്ചു. അങ്ങനെ സ്ഥലം തികയാതെ വരുമ്പോഴാണ് മനുഷ്യൻ ആദ്യമായിട്ട് രണ്ടാമത് കൃഷി ഒരേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. മണ്ണിൻ്റെ ഊർവരത നിലനിർത്തുന്നതിന് വേണ്ടി വിളപരിവർത്തനം പോലെ, ക്രോപ്പ് റൊട്ടേഷൻ പോലുള്ള സംവിധാനങ്ങൾ ഊഹിച്ചെടുത്തത്. ഇതൊക്കെ മനുഷ്യൻ പിന്നീട് ചെയ്യുന്നതാണ്. അതൊക്കെ ആ ആവശ്യം കൊണ്ടുണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ യാത്ര ഇവിടെ ഉണ്ടായത് ഈ മനുഷ്യൻ്റെ വികാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിട്ട് കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ ഒന്നിലധികം വിഷയങ്ങളുമായി ബന്ധപ്പെടുകയും ഒന്നിലധികം കാര്യങ്ങളുമായി അറിഞ്ഞിരിക്കുകയും അവയിലൊക്കെ പരതാൻ സാധിക്കുകയും ചെയ്യുക, അതിനെ വേഴ്സാറ്റിലിറ്റി എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും അത്തരത്തിലുള്ളൊരു ബഹുസ്വരമായിരിക്കുന്ന താല്പര്യങ്ങളിൽ മനുഷ്യൻ എത്തിച്ചേരുന്നത് പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വികലനത്തിൻ്റെ അഥവാ ഡിഫറൻഷിയേഷൻ്റെ ഒരു സത്ത ഒരുവനിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഓരോ വ്യക്തിയിലും ഒരു വെർസറ്റൈൽ ജീനിയസ് ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പല വിഷയങ്ങളിൽ താല്പര്യമുണ്ടാവാനുള്ള സാധ്യത അവനുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊള്ളും, നമ്മളിപ്പോൾ ഉള്ള ചെറുപ്പക്കാരായ കുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ വികലനം പൂർത്തിയാകുന്നതായിട്ട് കാണാം. അവർ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകൾ വെച്ചുകൊണ്ട് അവർ ആ വിജ്ഞാനം സമ്പാദിക്കുന്നതായിട്ട് കാണാം. അവർക്കൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അത് ഒരുപക്ഷെ സെർച്ച് ചെയ്തായിരിക്കും കണ്ടുപിടിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അവരതിനോട് വിമുഖത കാണിക്കുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസ സമ്പ്രദായം നേരെ തിരിച്ച് വിഷയത്തിൽ ഏകാഗ്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയുമാണ്. അതായത് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുവന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കെമിസ്ട്രി പഠിച്ചാൽ മതി, ഒരുവന് താല്പര്യമുണ്ടെങ്കിൽ സാമൂഹ്യ പാഠങ്ങൾ പഠിച്ചാൽ മതി. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആ വേഴ്സറ്റൈൽ ജീനിയസിനെ തകർക്കുന്നു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. കാരണം ഒരു കുട്ടിക്ക് 10ാം ക്ലാസ് വരെയുള്ള അവൻ്റെ ബുദ്ധിയുടെ വികാസത്തെ പല വിഷയങ്ങൾ പരിചയപ്പെടേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യമുണ്ട്. ഈ പരിചയപ്പെടേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ആ പരിചയപ്പെടാതിരിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ അവനൊരു ഇരുണ്ട ലോകം അവൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നു. അവനൊന്നും അറിയാത്ത ഒരു ലോകവും കൂടെ അവൻ സൃഷ്ടിക്കുന്നു. എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അതൊക്കെ തന്നെയും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ആ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരാജയം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവനവിടെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പറിച്ചു നടപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തഴച്ചു വളരാൻ ഉള്ള ഒരു സൗകര്യം അവന് ജന്മസിദ്ധമായിട്ടൊരു കഴിവായിട്ട് അവനിൽ കിടക്കുന്നു എന്ന് പറയാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും മനുഷ്യൻ പോകില്ല എന്നുള്ള ഒരു മോഹനമായിരിക്കുന്ന സ്വപ്നവും വെച്ചുകൊണ്ടാണ് ഇന്നത്തെ യുവത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല അത്തരത്തിലുള്ളൊരു ആശങ്കയൊന്നും അവർക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും ഈ പറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തെ നേരിടാനുള്ള കഴിവിലേക്ക് അവൻ കുറഞ്ഞു പോവുകയാണ്. ഇതാണ് കർമ്മകുശലത എന്ന് ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത്. കൗശലത്തോടുകൂടി കർമ്മം ചെയ്യാൻ സാധിക്കുക, ആ കൗശലം എന്ന് പറയുന്നത് ഒരിക്കലും ആളുകളെ പറ്റിക്കാനുള്ള കൗശലമല്ല. എന്നാൽ കർമ്മത്തിൽ നിന്ന് വിമുഖനായി ഇരിക്കാതിരിക്കുക, എന്ത് കർമ്മമാണെങ്കിൽ പോലും ഞാൻ ഇന്ന കർമ്മമേ ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ലൈക്കിംഗ് വാട്ട് യു ഡു ആൻഡ് നോട്ട് ഡൂയിങ് വാട്ട് യു ലൈക്ക്, അതാണ് ആ വ്യത്യാസം. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്, എനിക്ക് ചെയ്യേണ്ടി വരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിലേക്ക് പോകുന്നത് കൊണ്ടാണ് മനുഷ്യൻ ജീവിത സാധ്യതകളിലെല്ലാം ഉപയോഗിക്കാനുള്ള പ്രാപ്തി മനുഷ്യന് കൈവരുന്നത്. അപ്പോൾ ഈ കൈവരുന്നത് കൊണ്ട് മാത്രമേ അവൻ
സാർ ഇപ്പോൾ സൂചിപ്പിച്ച സ്വാർത്ഥതയുടെയും അത്യാഗ്രഹത്തിൻ്റെയും ലോകത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അവന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകണം. ആദ്യമായിട്ട് അവന് ആത്മവിശ്വാസം ഉണ്ടാകണം. ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രമേ മറ്റൊരുവൻ്റെ അത്യാഗ്രഹമോ മറ്റൊരുവൻ്റെ സ്വാർത്ഥതയോ തന്നെ കുഴിയിൽ വീഴ്ത്തില്ല, തന്നെ തള്ളിയിടില്ല എന്നുള്ള ഒരു വിശ്വാസം അവനുണ്ടാവുകയുള്ളൂ. അഥവാ വീണാലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ജീവിതത്തിൽ ഉയർന്നു വരാനും അവനെ സഹായിക്കുന്നത് അവൻ്റെ ആത്മവിശ്വാസമാണ്. അപ്പോൾ ആത്മവിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി അതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസം ഉള്ള സ്ഥിതിയിൽ ഇതൊന്നും ഇല്യൂഷനല്ല. ഇതൊക്കെ യഥാർത്ഥമായിട്ട് മനുഷ്യനുണ്ടാകുന്ന ഗ്രീഡും, അതായത് അത്യാഗ്രഹവും സ്വാർത്ഥതയുമൊക്കെ ഇല്യൂഷനൊന്നുമല്ല, അതൊന്നും മായയല്ല. അതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് പല്ലിളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അവയെ നമുക്ക് ചിരിച്ചു കാണിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ആത്മവിശ്വാസത്തിൽ മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാഹചര്യത്തിലാണ് ഗ്രീഡും സെൽഫിഷസും പ്രസക്തമാകുന്നത്. രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഇവയുടെ സാധുത എന്നുള്ളതാണ്. എത്രമാത്രം ഇവ അനുവദനീയമാണ് എന്നുള്ളതാണ്. സ്വാർത്ഥത എന്ന് പറയുന്നത് നമ്മൾ വളരെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അത് പൈശാചികമാകുമ്പോഴാണ് അത് അപകടകരമാകുന്നത്. മനുഷ്യനെന്നല്ല, എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ജീവിതത്തിന് വേണ്ടി അവയ്ക്കാവശ്യമായ ആഹാരം, അവയുടെ പാർപ്പിടം, അവയുടെ വസ്ത്രം, ജീവജാലങ്ങൾക്ക് വസ്ത്രം ആവശ്യമില്ലെങ്കിൽ പോലും ഇത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിർബന്ധങ്ങൾ അവ ആവശ്യമുണ്ട് എന്നുള്ള ഒരു താല്പര്യം അടിസ്ഥാനപരമായ സ്വാർത്ഥതയുടെ ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ സ്വാർത്ഥതയെ നമ്മൾ അപകടകരമായിട്ട് കാണുന്നില്ല, മറിച്ച് നെസസിറ്റീസായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഒരു 10, 20, 25 വർഷം മുമ്പ് ലക്ഷറികളായിട്ട് കണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമ്മൾ നെസസിറ്റികളാണ്, ആഡംബര വസ്തുക്കളല്ല. അപ്പോൾ പലതും അത്യാവശ്യ സാധനങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ നീഡ് മാറിക്കൊണ്ടിരിക്കുന്നത്, കാരൽ മാർക്സ് പറയുന്ന പോലെ നീഡ് ബണ്ടിൽ ഓഫ് നീഡ്സ് എന്നാണ് അത് മനുഷ്യനെ വിളിക്കുന്നത്. പുതിയ നീഡുകൾ ഉണ്ടാവുകയും അതനുസരിച്ച് ആ നീഡിൻ്റെ ലോകം അവൻ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പാരീസ് മാനുസ്ക്രിപ്റ്റിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ മനുഷ്യൻ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. അവയ്ക്കെല്ലാം അനുസരിച്ച് ജീവിതത്തിനെ വീണ്ടും മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രീഡിനെ സംബന്ധിച്ചിടത്തോളം, സെൽഫിഷ്നെസ്സിനെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായിരിക്കുന്ന അതിർവരമ്പുകൾ മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധ്യമായിട്ടുള്ളൂ. കാരണം പണ്ടത്തെ ക്ലാസിക്കൽ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മളൊരു പടം വരയ്ക്കുകയാണെങ്കിൽ, ഒരതിർത്തി വരയ്ക്കുകയാണെങ്കിൽ അവ ഇപ്പോൾ പ്രസക്തമല്ല. അവയിൽ നിന്ന് ജീവിതം ഒരുപാട് മാറിക്കഴിഞ്ഞു. ജീവിതം മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ജീവിതത്തിലെ നേടേണ്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ലക്ഷ്യവും ഇപ്പോഴത്തെ ലക്ഷ്യവും ഒക്കെ മാറിക്കഴിഞ്ഞു. പണ്ടത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി, കേരളത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർക്കാർ ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ്. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായിരുന്നു. ഇപ്പോൾ സർക്കാർ ജോലി സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു വശത്ത് അത് നിൽപ്പുണ്ട്, അത് നിലനിൽപ്പുണ്ട്. കാരണം ആ ചേഞ്ച് മാനേജ്മെൻറ്റിൽ പരാജയപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. പക്ഷേ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കാൻ, സ്വകാര്യ മേഖലയിലാണെങ്കിലാകട്ടെ നിരന്തരമായ മത്സരങ്ങളും പിരിച്ചുവിടൽ ഭീഷണികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിറ്റായിരിക്കുന്നതിന്, സർവൈവ് ചെയ്യാൻ വേണ്ടി ഫിറ്റായിരിക്കുന്നതിന് പല തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്നുള്ള നിലപാട് മനുഷ്യൻ ചെറുപ്പത്തിൽ തന്നെ വരുന്നു. ഞാനും സാറോ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ അതുപോലെയല്ല ഇപ്പോഴത്തെ യുവാക്കളെ സംബന്ധിച്ച്. അവർ വളരെ നേരത്തെ തൊഴിലിൽ പ്രവേശിക്കുകയും നമ്മുടെ മുത്തച്ഛന്മാർ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത വൻ തുകകൾ ശമ്പളമായി മാസാമാസം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ റിട്ടയർ ചെയ്ത വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളേക്കാൾ കൂടുതൽ, അവരിരുന്നപ്പോൾ ശമ്പളം കിട്ടിയതിനേക്കാൾ കൂടുതൽ
മാസശമ്പളം വാങ്ങിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക അസമത്വം ഓരോ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇത് ഗവൺമെൻറ്റിന് ഗുണപരമായിരിക്കുന്ന ചില ഗൈഡൻസുകളിലൂടെ അല്ലെങ്കിൽ നിർബന്ധിതമായിരിക്കുന്ന ചില പദ്ധതികളിലൂടെ ഇവയുടെ അവൈലബിലിറ്റി ഗവൺമെൻറ്റിന് കുറയ്ക്കാവുന്നതാണ്. ചില റേഷനിങ്ങുകൾ, ഇതൊക്കെ ചില വികസ്വര സമൂഹങ്ങളിൽ സാമ്പത്തിക വിദഗ്ധന്മാർ ചെയ്യുന്നതുമാണ്, പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ടും തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള റേഷനിങ്ങുകൾ ഉൾപ്പെടുത്തി പലതരത്തിലുള്ള പെൻഷൻ ഫണ്ടുകൾ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി ഫണ്ട് അങ്ങനെയൊക്കെ ഇതിനൊക്കെ 100 തരത്തിലുള്ള പദ്ധതികൾ സർക്കാരിന് ആവിഷ്കരിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ കൊണ്ട് ഈ ഡിസ്പോസബിൾ ഇൻകം ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കുറയുന്നത് കൊണ്ട് ഈ സാമ്പത്തിക അസമത്വങ്ങൾ കുറഞ്ഞു പോകും. എന്ന് മാത്രമല്ല, അപക്വമായിരിക്കുന്ന ഒരു സ്വാഭിമാനം എന്ന് വിളിച്ചാൽ ശരിയല്ല, ദുരഭിമാനവും ഒരു തൻപോരിമയും ഒക്കെ വരുന്നത് കൊണ്ട് ജീവിതത്തെ നിസ്സാരമായി കണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് പോവുകയും ബന്ധങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുകയും അവൻ്റെ സ്വാർത്ഥമായിരിക്കുന്ന ലാഭങ്ങൾക്ക് മാത്രം താല്പര്യം കൊടുക്കുകയും അവൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്നില്ലെങ്കിൽ നിസ്സാരമായിട്ട് അവൻ്റെ ഉദ്യോഗത്തെ വലിച്ചെറിയാൻ അവൻ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു തീരുമാനം എടുക്കാൻ 100 വട്ടം ആലോചിക്കും. അപ്പം അങ്ങനെയൊന്നും ആലോചനയില്ല, വളരെ പെട്ടെന്ന്. കാരണം വരുന്നുകൊണ്ടില്ല, ജീവിതത്തെ അത്ര ലഘുവായിട്ട് കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരാരും തന്നെയും അത്ര സേഫായിട്ടുള്ള മെത്തകളിൽ ചെന്ന് വീഴുന്നൊന്നുമില്ല. ചെന്ന് വീഴുന്നത് അവസാനം പ്രതിസന്ധിയുടേതായ കാര്യങ്ങളിൽ തന്നെയാണ്. തിരിച്ചു കയറാൻ പറ്റാത്ത കാര്യങ്ങളിൽ ചെന്ന് വീഴുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. പക്ഷേ വീഴുന്നവരെ വാഴുന്നവർ കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനൊരു വീഴ്ചയുണ്ടെന്ന് പലരും അറിയാറില്ല. ഭാരതത്തിൽ വരുന്ന ഇപ്പോഴത്തെ വരുന്ന സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ചൈനയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമാക്കി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എല്ലാവരിലും കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല വർക്ക് കോൺട്രാക്റ്റുകൾ ചൈനയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊറോണ വന്നതുകൊണ്ട് പൊതുവേ അന്താരാഷ്ട്ര സമൂഹം ചൈനയോട് മുഖം തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ അത് നടപ്പിലാകാതെ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു ഹൈടെക് റെവല്യൂഷൻ ഇവിടെ പെട്ടെന്ന് വഴിയിൽ വെച്ച് നിന്നു പോവുകയും വലിയ ദുരിതങ്ങളിലേക്ക് നമ്മുടെ യുവത പോവുകയും ചെയ്യുമായിരുന്നു എനിക്ക് തോന്നിയിട്ട്. അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് മിക്ക കമ്പനികളും അവരുടെ തൊഴിലാളികളെ ചുരുക്കി തുടങ്ങി, ടെക്കികളെ ചുരുക്കി തുടങ്ങി. അവർക്ക് പലർക്കും വീട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ സൗകര്യം കൊടുക്കുകയും അത് കഴിയുമ്പോൾ പതുക്കെ അതിൻ്റെ പേരിൽ അവരെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2-3 പേർക്ക് തന്നെ ജോലി പോയതിന് ശേഷം തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. അവരൊക്കെ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ പാടുപെടാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അവരെങ്ങോട്ട് തിരിയണമെന്ന് അറിഞ്ഞുകൂടാതെ നട്ടം തിരിയുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇന്റർ സ്കൂളിലെ ഒരു പഴയ സുഹൃത്ത് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഒരു വലിയ ഒരു കെട്ടും കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തെഴുതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എഴുത്ത് കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് കൊറിയറിൽ അയച്ചാൽ മതിയായിരുന്നല്ലോ, ഇവരെ വരണ്ടായിരുന്നല്ലോ. ഇവിടെ ഒന്നാമത് കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെയാണ്. അത് സാരമില്ല സാർ, തരണം എന്നൊരാഗ്രഹം തോന്നുന്നു. എനിക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ടാണ് തരണം എന്ന് തോന്നിയത്. സംഗതി എന്തായിരുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുക. അതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദിവസമാണ് അദ്ദേഹം നമ്മുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ഓൺലൈൻ ഇത് കാണുന്നത്, വീഡിയോ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളൊരു നന്ദിപൂർവ്വമായിട്ടാണ് ആ എഴുത്തെന്ന് പറയുന്നൊരു വലിയ തീസിസാണ്. അത് തുടക്കത്തിൽ മാത്രമേ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം കഥ പിടികിട്ടിയത്. അതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചു, അപ്പോൾ എന്തുകൊണ്ടോ നമുക്ക് ഇത് പെട്ടെന്ന് ഇത്രയും നാൾ 89 മുതൽ നമ്മുടെ സംഭാഷണങ്ങളൊക്കെ തന്നെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
ഇത് പിന്നെ ഇത് യൂട്യൂബിൽ ഇടാം എന്നുള്ളൊരു അനുമതി കൊടുക്കാൻ തുടങ്ങിയത് ഒരുപക്ഷെ ഈ ഒരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും എനിക്ക് തോന്നി. ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വ്യാപകമായ ഒരു ജഗത് രക്ഷണമോ ലോകൈക സംരക്ഷണമോ ഒന്നും ആർക്കും ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇതായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു സന്തോഷം തോന്നി, കാരണം ഇങ്ങനൊരു സംഭവം നടന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതൊന്നുമില്ല, അത്രയും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ നിവൃത്തിയില്ലായ്മ കൊണ്ടാണ്. നമ്മൾ കോവിഡിൽ വളരെ ചുരുക്കം പേര് ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ സംഘത്തിലൊക്കെ ഉള്ളവർ, ഈ ശ്രോതാക്കളുടെ സംഘത്തിലുള്ളവർ. ബാക്കിയുള്ളവരൊക്കെ സേഫായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പ്രതിസന്ധികളിലൊക്കെ പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ അവൻ മാത്രമല്ല സ്വാർത്ഥനായിത്തീരുന്നത്, അവൻ്റെ ജീവിത പങ്കാളിയും അവൻ്റെ കൂടെയുള്ള ആ പിയർ പ്രഷർ എന്ന് പറയുന്നത്, അവൻ്റെ കൂടെയുള്ള സകലരും സ്വാർത്ഥരാകുകയും അവൻ്റെ സ്വാർത്ഥത ഇല്ലെങ്കിൽ ഒരു ഭക്ഷണപ്പൊതി അവന് കിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്കും അവൻ നീങ്ങുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, ആ സ്വാർത്ഥതയോ അത്യാഗ്രഹമോ അത്തരം മിനിമം സാഹചര്യങ്ങൾ, മിനിമം അല്ലെങ്കിൽ മാക്സിമം ദൗർലഭ്യങ്ങളുടേതായ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിട്ട് തന്നെ കാണാം. അപ്പോൾ അവയെ നമുക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. ജീവിതേതരമായിരിക്കുന്ന ഒരു പ്രകൃതിയാണത് എന്ന് ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അവ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. പക്ഷേ നീതിപൂർവമായ വിതരണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതാണ് ക്ഷേമരാഷ്ട്രങ്ങളുടെ പ്രധാനമായ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനാണ് ജനാധിപത്യം ഉപയോഗിക്കേണ്ടത്. അപ്പം വിതരണം കൃത്യമായിട്ട് നടപ്പാവുക, വിതരണം കൃത്യമായി നടപ്പാവുകയും സമൂഹത്തിൻ്റെ മൂലധനം ശരിയായ രീതിയിൽ നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും അധാർമികമായിട്ട് പാഴാക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തുകയും, പാഴാകാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ജനത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു സോഷ്യൽ ഓഡിറ്റ് അതിനകത്തുണ്ട്. ആ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് സമാധാനമായിട്ട് ജനം നിൽക്കാൻ സാധ്യതയുള്ളത്. അതല്ലാത്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾ പരവശരായിത്തീരും. കാരണം അവർക്ക് ഈ ദുഃഖത്തിൻ്റെ, അവരനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പാതി പോലും സഹിക്കാനുള്ള ത്രാണി ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അങ്ങനെ ത്രാണി ഇല്ലാത്തിടത്ത് വലിയ അസംതൃപ്തിയും അക്രമവുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ഷേമരാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ എപ്പോഴും രാഷ്ട്രതന്ത്രജ്ഞർ തീർച്ചയായിട്ടും ഇതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നീതിപൂർവമായ വിതരണം ഉറപ്പാക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ പോലെ ഒരു മാനസികമായൊരു ഘടന കൊണ്ട് മാത്രം ഈ ഗ്രീഡിൻ്റെയോ അല്ലെങ്കിൽ സെൽഫിഷ്നെസ്സിൻ്റെയോ ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന് നിയമപരമായിട്ട് തന്നെ ചില വഴികളുണ്ടായേ പ്രതിയാവുകയുള്ളൂ. അതില്ലയെന്ന് പറയുന്നില്ല, ഉണ്ട്, പക്ഷേ നടപ്പാകുന്നില്ല പലയിടത്ത് എന്നുള്ളതാണ്. പലയിടത്ത് ശരിയായ രീതിയിൽ നടപ്പാകുന്നില്ല. അപ്പോൾ ആ നടപ്പാക്കുന്നതിനുള്ള നിഷ്കർഷ എല്ലാ വിഭാഗം ആൾക്കാരിൽ നിന്നും ഉണ്ടാവുകയും വിദ്യാഭ്യാസം തിരിച്ച് ലൈഫിന് വേണ്ടിയുള്ളത് ആയിത്തീരുക, അല്ലാതെ ലിവിങ്ങിന് വേണ്ടി മാത്രമല്ലാതാവുക എന്നുള്ളതും പരമപ്രധാനമായിരിക്കുന്ന വിഷയമാണ്. ലൈഫിന് വേണ്ടിയുള്ളതായി തീരുമ്പോൾ, ലൈഫെന്ന് പറയുന്ന ഒരു മഹാത്മ്യത്തെ അവൻ മുന്നിൽ കാണുന്ന ഒരു വിദ്യാർത്ഥി, അവൻ സഹജീവികൾ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ലിവിങ് ആൻഡ് ലെറ്റ് ലിവിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ വളരുന്ന ഒരു സാഹചര്യം അവനിൽ ഉണ്ടാക്കാൻ ആ വിദ്യാഭ്യാസത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ബാഹ്യ പ്രേരണകളൊന്നും ഇല്ലാതെ തന്നെ അത്യാഗ്രഹത്തെയും സ്വാർത്ഥതയും അവനിലുള്ള അത്യാഗ്രഹത്തെയും അവനിലുള്ള സ്വാർത്ഥതയും സമൂഹത്തിന് വേണ്ടി ബലികഴിക്കാനും അവൻ മറ്റുള്ളവരുടെ സ്വാർത്ഥതയും അത്യാഗ്രഹത്തിനും അവൻ അനുമതി കൊടുക്കാനും അവയിൽ ഒക്കെ നിലനിന്നുകൊണ്ട് തന്നെ അവൻ്റെ വളർച്ചയെ അവൻ ഉണ്ടാക്കാനും വളർച്ച നേടാനും ഒക്കെ തന്നെ കഴിവുണ്ടാകുമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊരു സാമൂഹ്യ പ്രശ്നവും കൂടിയാണ്, ആത്മീയമായിട്ടുള്ള പ്രശ്നം കൂടെ അല്ല, പ്രശ്നം മാത്രമല്ല, സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. കാരണം ഇപ്പോൾ ബുദ്ധന്മാരോ ഈ ചിന്തകന്മാരോ പറയുന്ന പോലെ സമൂഹം ഒരുമിച്ച് അങ്ങ് ഈ സെൽഫിഷ്നെസ് ഇല്ലാത്തവരോ അത്യാഗ്രഹം ഇല്ലാത്തവരോ ആയി മാറുന്നില്ല. ഒരു
ഒരു ബുദ്ധൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നതിന് പോലും അത്യാഗ്രഹമുള്ളവരുണ്ട്. ആ അടുപ്പം സെൽഫിഷ്നെസ്സോട് കൂടി കീപ്പ് ചെയ്യുന്നവരുണ്ട്. ആ അടുപ്പം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സ്വാർത്ഥരായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇതൊന്നുമില്ല, ഒന്നും നേടുന്നില്ല എന്നാൽ പോലും ആ പവറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പവറാണെന്നൊരു തോന്നുന്നു. ആ ഒരു തോന്നലിന് വേണ്ടി മാത്രം ആ നിയർനെസ് കീപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കാർക്കും തന്നെ അതിനൊന്നും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അടിസ്ഥാനപരമായി നിയമനിർമ്മാണമോ അല്ലെങ്കിൽ നിയമപരീക്ഷയൊക്കെ ഉണ്ടാക്കി ലെജിസ്ലേഷൻ കൊണ്ട് തന്നെയായിരിക്കണം അത് ഉണ്ടാകേണ്ടതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം കറക്റ്റ് ചെയ്യുന്നത് വഴി നമുക്കൊരു പരിധിവരെ പോകാം. നമുക്കത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോകുന്നു, കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്.